ഈ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് ചേന കൊണ്ടുള്ള തുലാഭാരം നല്ലതാണ്. നേർന്നപ്പോൾ തന്നെ മാറ്റം ഉണ്ടായി. നേർന്ന് പിറ്റേ ദിവസം മുതൽ മാറ്റം ഉണ്ടായി. ഈ ചില ആളുകളുണ്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്തു, ഗുരുവായൂർ പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ ജോത്സ്യന് കൊടുക്കാനുള്ള ദക്ഷിണ പോലും കടം വാങ്ങിക്കൊണ്ട് ആയിരിക്കും അടുത്തേക്ക് ചെല്ലുക. പറയുന്നതിലും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നതാണ്. എൻ്റെ ഫേസ് ഇങ്ങനെയേ ആയിരുന്നില്ല. കുവൈറ്റിൽ നിന്ന സമയത്ത് മുഖം കംപ്ലീറ്റ് വികൃതമായിപ്പോയി. ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കുവൈറ്റിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നേരത്തെ എന്തായിരുന്നു അതിൻ്റെ ഒരു 100 ഇരട്ടി ശക്തിയിൽ ഈ ഫേസിൽ ഇങ്ങനെ വന്നു. ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചേന കൊണ്ട് തുലാഭാരം നേർന്നു. ഞാൻ നിൽക്കുന്ന എവിടെയാണ് കുവൈറ്റിൽ, ഞാൻ നേർന്നത് എവിടെയാണ് ഗുരുവായൂർ. അതിൻ്റെ പിറ്റേന്നാൾ മുതൽ എൻ്റെ ഫേസിൽ നിന്ന് ഈ ചേനയുടെ പുറത്തുനിന്ന് സ്കിൻ ഇളക്കി എങ്ങനെ ഇരിക്കും അതുപോലെ അത്രയും വികൃതമായിട്ടാണ് എൻ്റെ ഫേസ് ഇരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് അത്. ഉദരത്തിൽ നിന്നേ ഈ കുട്ടിയുടെ തലവരെ നമുക്ക് അറിയാം. അല്ല അങ്ങനെയല്ല, ഈ ജ്യോതിഷത്തിന്റെ കോൺസെപ്റ്റ് അതല്ല. അതിനു വേണ്ടിയിട്ടായിരുന്നു വിവാഹ സമയത്ത് തന്നെ ശാന്തി മുഹൂർത്തം കുറിച്ചു കൊടുക്കുന്നത് എന്നൊരു വാദം കൂടിയുണ്ട്. ഇങ്ങനെ ഹരിച്ചു കുണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഒന്നുമില്ലേ. ഡോക്ടർമാർ തന്നെ ഈ സിസേറിയന്റെ സമയം കുറിപ്പിച്ചു വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ആരെങ്കിലും? ഞാൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അത് തെറ്റില്ലേ? അത് തെറ്റാണ്. ജനനം എന്ന് പറയുന്നതും മരണം എന്ന് പറയുന്നതും ബിയോണ്ട് അവർ കൺട്രോൾ. ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ, ജാതകം പരിശോധിക്കുമ്പോൾ, കബഡി നിരത്തി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പ്രേത സാന്നിധ്യങ്ങളെ കാണാം. ഒരു മനുഷ്യന് ജാതകം ഉണ്ടായിരിക്കുക എന്നുള്ളത് ജാതകമല്ല. ഇപ്പം മീൻസ് ജാതകം എന്ന് നമ്മളിപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ജാതകം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബുക്കിൽ എഴുതി വരച്ച് വയ്ക്കുന്ന സാധനമാണ് ജാതകം എന്നാണ് വിചാരിക്കുന്നത്. അതല്ല. ഹൊറോസ്കോപ്പ് എന്ന് പറയില്ലേ, അതായത് ഗ്രഹസ്ഥിതി, അത് ഗ്രഹനില. അപ്പം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അബാക്കൽ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ ആദ്യ രൂപം ഈ കൈ തലയോട് ചേർന്ന രീതിയിലായിരിക്കും ഉണ്ടാകും. പിന്നീടാണ് ഇതെല്ലാം വേർവിട്ട് മനുഷ്യരൂപത്തിൽ പ്രാപിക്കുക എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഈ തലച്ചോറിനുള്ളിലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ, ഒരു ടെക്സ്ചർ ഉണ്ടാവുമല്ലോ, ആ ടെക്സ്ചറാണ് ഈ കൈപ്പത്തികളിൽ ഈ വരുന്ന രേഖകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതും ഈ പറയപ്പെടുന്ന ഹൊറോസ്കോപ്പ് റീഡിങ് ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടോ? അല്ല, ഇത് നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്ന വിഷയം, അതായത് നമ്മൾ ഭൂമിയിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നൊരു ടൈമുണ്ട്. ഇപ്പോൾ ഇന്ന് 11:32 ജനിച്ചൊരു വ്യക്തി, ഒരു കുട്ടി ആണെങ്കിൽ ആ കുട്ടി 360 ഡിഗ്രിയിൽ ഏത് പോയിന്റിലാണ് 11:34 എന്നുള്ളത് ഫസ്റ്റ് ഭൂമിയിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നത്, ഫസ്റ്റ് ബ്രീത്ത് എടുത്ത ടൈം, അതാണ് ആ കുട്ടിയുടെ റെഫറൻസ് പോയിന്റ്, അതാണ് അസെൻഡൻറ്റ് ലഗ്നം. അതാണ് ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്. ഈ റെഫറൻസ് പോയിന്റിൽ നിന്നാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം എത്ര അകലങ്ങളിലാണ് എന്നുള്ള കാര്യത്തിൽ നിന്നാണ്. അല്ലാതെ അതായത് ഇപ്പം ചോദിച്ചത് ആ കുട്ടിയുടെ ഉദരത്തിൽ നിന്നേ ഈ കുട്ടിയുടെ തലവരെ നമുക്ക് അറിയാം. അല്ല അങ്ങനെയല്ല, ഈ ജ്യോതിഷത്തിന്റെ കോൺസെപ്റ്റ് അതല്ല. പക്ഷേ ഇത് നമ്മൾ കേട്ട കഥകൾ, കേട്ട അറിവുകളിൽ 2 കൺസെപ്റ്റുകൾ. ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ഭൂജാതനാകുന്ന ആ സമയം, അതാണ് ജ്യോതിഷം മേഡം പറഞ്ഞത്. 2, അമ്മയുടെ ഉദരത്തിൽ ആ ബീജം നിക്ഷേപിക്കപ്പെട്ട് അണ്ടവുമായി ചേരുന്ന കുംബീജമാകുന്ന ആ സമയം. ഇതിനെ നാഴിക വിനാഴിക അരച്ച് കുണിച്ച് ഹരിച്ചെടുത്തിട്ടാണ് കുട്ടിയുടെ ജാതകം പണ്ടുള്ള ശ്രേഷ്ഠന്മാർ എഴുതിയിരുന്നത് എന്നൊരു വാദമുണ്ട്. അതിനു വേണ്ടിയിട്ടായിരുന്നു വിവാഹ സമയത്ത് തന്നെ ശാന്തി മുഹൂർത്തം കുറിച്ചു കൊടുക്കുന്നത് എന്നൊരു വാദം കൂടിയുണ്ട്. ഇങ്ങനെ ഹരിച്ചു കുണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നമ്മുടെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഒന്നുമില്ല. അതിനാണ് ശാന്തി മുഹൂർത്തം ഉള്ള എവിഡൻസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത്, ഇന്നിപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. നമ്മളിപ്പം ആളെയും അതൊക്കെ മിസ്ലീഡ് ചെയ്യിച്ചതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പക്ഷെ എന്തായാലും അങ്ങനെയുള്ള ഒരു അജ്ഞാതമായ കണക്കുകൂട്ടലിൽ നിന്ന് കൊണ്ട് പോകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള റെഫറൻസ് പോയിന്റിൽ നിന്ന് മാത്രമാണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി ജനിച്ചു എന്ന് എഴുതി തരുന്ന സമയം, അതെ, അതാണ് നമ്മുടെ റെഫറൻസ്. നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ. അതിനിപ്പോൾ അതിന് മുന്നെയാണോ പിന്നെയാണോ എന്ന് നമുക്കറിയില്ല. അതെന്നെ അറിയില്ല. ആ റെഫറൻസ് പോയിന്റാണ് നമ്മുടേത്. ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ആ ഗ്രഹസ്ഥിതി എപ്പോഴാണ് വരയ്ക്കണേ? നമ്മൾ ആ ജനിച്ച ആ പോയിന്റിനെ റെഫർ ചെയ്തിട്ടല്ലേ ഗ്രഹസ്ഥിതി വരയ്ക്കണേ. ഇന്നത്തെ കാലത്തെ ചില കേസുകളിൽ, അപ്പോൾ ഒന്നാമത്തെ കുട്ടിക്ക് സിസേറിയൻ ആണെങ്കിൽ
രണ്ടാമത്തെ കുട്ടി സിസേറിയൻ ആയിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി, സുഖപ്രസവം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. സുഖപ്രസവം ഉണ്ടാവാറുണ്ട്, ഉണ്ട്, സാധ്യതകൾ വളരെ കുറവാണ് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ തന്നെ ഈ സിസേറിയൻ്റെ സമയം കുറിപ്പിച്ചു വാങ്ങുന്നൊരു രീതിയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഞാൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതിൽ തെറ്റില്ലേ? അത് തെറ്റാണ്, അത് തെറ്റാണ്. അത് എൻ്റെ അറിവില്ലാത്തൊരു കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഗ്രഹസ്ഥിതി വരച്ചിട്ട് അതിൻ്റെ സമയം നോക്കി ലഗ്നമെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് സിസറിൻ ചെയ്തത്. അപ്പോൾ സിസറിൻ ചെയ്ത് കൊച്ച് ഒരു 6 ദിവസത്തോളം NICU-നകത്തായിരുന്നു. അപ്പോൾ അന്ന് ലളിത ഡോക്ടറാണ് SUT ഹോസ്പിറ്റലിൽ. ലളിത ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുകിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്, അത് എത്രയോ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു അമ്മയാണ്, ആ ഡോക്ടറാണെന്ന് ചിന്തിച്ചോളണം. ആ അമ്മയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഒന്നുകിൽ കുഞ്ഞിനല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതായിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കുട്ടിയൊക്കെ പോലും ജനിക്കാനുള്ള ഒരു മുഹൂർത്തം ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ആളുകൾ വരാറുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ദൈവത്തെ ഓർത്ത് അത് ഈശ്വരൻ്റെ ആ നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്തിന് നമ്മളായിട്ട് ചെന്ന് നമ്മളവിടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെന്ന് ഇടപെടാനുള്ള ഒരാളല്ല ജ്യോതിഷൻ. ഞാൻ പോയിട്ടുണ്ട് എൻ്റെ സഹോദരിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനസമയം കുറിക്കാൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രദറിന് പറഞ്ഞു ജോത്സ്യൻ്റെ അടുത്ത് പോയി കുറിച്ചിട്ട്. ജനനം എന്ന് പറയുന്നതും മരണം എന്ന് പറയുന്നതും ബിയോണ്ട് അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലേ അല്ല. അത് ഭഗവാന് വിട്ടേക്കേണ്ട കാര്യത്തിൽ ചെന്ന് അവരുടെ എല്ലായിടവും എത്തി നോക്കേണ്ട ആളല്ല ജ്യോതിഷൻ. അപ്പോൾ എന്നോട് ദൈവജ്ഞൻ പറഞ്ഞ മറുപടി, 1000 പത്മതലങ്ങൾക്കിടയിലേക്ക് ഒരു സൂചി കുത്തി ഇറക്കുന്ന സമയം കൊണ്ടാണ് ഒരു കുട്ടി ജനിക്കേണ്ടത്. ആ സമയം കുറിക്കാൻ ഞാൻ ആളല്ല, വേറെ എവിടെയെങ്കിലും പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ തിരിച്ചു വന്നു, എന്നോട് ഇനി പറയരുത്, ഞാൻ ആ കേസ് വിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി യഥാർത്ഥ സമയത്ത് തന്നെ തൻ്റെ ജന്മം സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ ഒരുപാട് ഡോക്ടർമാർ പ്രിഫർ ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ നോക്കാനുണ്ടെങ്കിൽ നോക്കിയിട്ട് വരൂ എന്ന് പറയുന്ന കുറേ ഡോക്ടർമാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവർ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നല്ലതായിട്ട് അവർ ഇത്രയും ചിന്തിക്കുന്നില്ലല്ലോ, അവർക്ക് അവരുടെ സബ്ജക്ട് നോളജ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ശരി, ഇനി ഈ കാലഘട്ടത്തിലെ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിലെ വൈറലായ ഒരു സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ, ജാതകം പരിശോധിക്കുമ്പോൾ, കബഡി നിരത്തി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പ്രേത സാന്നിധ്യങ്ങളെ കാണാറുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സങ്കല്പത്തെക്കുറിച്ച് അല്ല, പ്രേതസങ്കല്പം മീൻസ് ഇപ്പോൾ എന്താ നമുക്ക് മോക്ഷപ്രാപ്തിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയൊക്കെ വരും. അതിന് നമ്മൾ ഈ ഭീകരമായി പ്രേതം ഭൂതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വരട്ടേണ്ട ഒരു ആവശ്യമില്ല അതിനകത്ത്, മനസ്സിലായില്ലേ? അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബലിതർപ്പണങ്ങളോ തിലോമോ അങ്ങനെയുള്ള ചെറിയ ലഘുവായിട്ടുള്ള റെമഡീസ് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണ് ഭംഗി. അപ്പം സാന്നിധ്യം കാണാറുണ്ട്. സാന്നിധ്യം മീൻസ് ഇതുപോലെ മോക്ഷപ്രാപ്തി ഇല്ലാത്ത അതൊക്കെ സാന്നിധ്യം ഉദ്ദേശിച്ചതാണ്, അല്ലാണ്ട് മറ്റേ ലോക കാണുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കോമ്പലിൽ വരുന്ന യക്ഷിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രേത സാന്നിധ്യം എന്നുള്ളതുകൊണ്ട് ഇപ്പം പൂർവികന്മാരുടെ കാരണവന്മാരുടെ ആത്മാവിന് മോക്ഷം കിട്ടാതെ. അതെ, തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആ സങ്കല്പം ഉള്ളതാണ്, തീർച്ചയായിട്ടും 100% ഉള്ളതാണ്. എനിക്ക് വേണ്ടത് അതാണ്. ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സിനിമാ കഥകളെ വെല്ലുന്ന കഥകളല്ല കഥകൾ. അതായത് മോക്ഷപ്രാപ്തി അത് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ അനുഭവിച്ചൊരു വിഷയമാണ്. അതായത് എൻ്റെ അമ്മ മരിച്ചു. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ജ്യോതിഷം എന്നുള്ളൊരു ഇതിൽ മാത്രമായിട്ട് വന്നത്. അപ്പോൾ അമ്മയ്ക്ക് 13 ബലിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ബലി ഇടുന്ന സമയത്ത് അമ്മയെ സങ്കല്പിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ സങ്കല്പിക്കുന്ന സമയങ്ങളിൽ ഈ 16 മുതൽ തന്നെ ഈ അമ്മയെ സങ്കല്പിക്കുമ്പോൾ എൻ്റെ അമ്മയല്ല എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത്, എൻ്റെ അമ്മയുടെ അമ്മയാണ്, അമ്മാമ്മയാണ് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മയായിട്ടൊന്നും വലിയൊരു ഇമോഷണൽ ഇൻറ്റിമസി ഉള്ള ആളല്ല. കാരണം ഞങ്ങൾ ചെറുതിലെ മുതലേ അച്ഛനും അമ്മയും ഞങ്ങൾ 2 മക്കളുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഇമോഷണൽ ഇൻറ്റിമസി ഒന്നും ഉള്ളതല്ല. എൻ്റെ വളരെ ചെറുതിലെ തന്നെ അമ്മാമ്മ മരിച്ചു പോയതുമാണ്. അപ്പം എനിക്ക് അമ്മാമ്മയാണ്, എനിക്ക് അവിടെ അമ്മാമ്മയുടെ നഖം മുടി എല്ലാം ഇപ്പോൾ പറയുമ്പോൾ കൂടെ എനിക്ക് അമ്മാമ്മയാണ് സങ്കല്പിക്കാനായിട്ട് പറ്റുന്നത്. അമ്മ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് സങ്കല്പം വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ 13 ബലി ഇടുന്ന സമയത്ത് എൻ്റെ അമ്മാമ്മയ്ക്ക് ഈ സ്കിന്നിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്, പാണ്ടെന്ന് പറയില്ലേ, ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പാണ്ടുള്ള ഒരാളായിരിക്കും. ഞാൻ ഈ 13 ബലി ഇട്ട സമയത്തും
എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പാണ്ടുള്ളതായിരിക്കും. അതെങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇപ്പം 13ാമത്തെ ബലിയുടെ സമയത്ത് എൻ്റെ സിസ്റ്റർ അവൾ പുറത്താണ്, അപ്പോൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ നോക്കിക്കോ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഓപ്പോസിറ്റ് എന്തായാലും ഇങ്ങനെ ഒരു ആളായിരിക്കും നിൽക്കണം. അവൾക്കും ഞാൻ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഓപ്പോസിറ്റ് ഈ 13ാമത്തെ ബലിയുടെ സമയത്തും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് കാര്യമായ ഇതൊന്നും ചെയ്തിട്ടില്ല. ബലിതർപ്പണങ്ങളോ പൂജകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിരിക്കും. അപ്പം നമ്മളിപ്പം അതിന് ശേഷം മരിച്ചവരും കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആയിരിക്കണം എനിക്കിത് കാണാനും അറിയാനും പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ അത്ര ഇമോഷണൽ ഇൻറ്റിമസി എൻ്റെ അമ്മയുടെ അമ്മയായിട്ടുണ്ടാവണം. അമ്മയുടെ ആത്മാവിനേക്കാൾ അത് ആഗ്രഹിക്കുന്നത് അമ്മയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടിയാലേ എൻ്റെ അമ്മയ്ക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. പിന്നീട് കർമ്മങ്ങൾ ചെയ്തു, എല്ലാ പൂജകളും എല്ലാം ചെയ്തു. അപ്പം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകാൻ ചില ആളുകൾക്ക് മടിയുണ്ടാകുന്നത് വലിയ പൂജകൾ പറയും, ഒരുപാട് സാമ്പത്തിക ചെലവുള്ള കർമ്മങ്ങൾ. അങ്ങനെ വിടാറില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ വലിയ ഹോമങ്ങളിലോട്ടും അത് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യും. അത് തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പ്രാക്ടീസ്, എൻ്റെ വേ ഓഫ് ഒരു പ്രാക്ടീസ്, എൻ്റെ ഒരു രീതി കൂടുതലും കൗൺസിലിംഗ് പോലെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഉത്തരവാദിത്വം. അവർക്ക് ഒരു മതിയായ സമയം, ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു 1 hour 1.5 hour അവർക്ക് കൊടുത്ത്, ഇന്നയാണ് നിങ്ങളുടെ പ്രശ്നം, ഇന്ന കാലഘട്ടം തൊട്ടേ നിങ്ങൾക്ക് ആ പ്രശ്നം സോൾവ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ലഘുവായ ചില പരിഹാര മാർഗങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഫൈനാൻഷ്യൽ സ്ട്രെസ് കൂടെ അഡീഷണൽ ഒരു എക്സ്ട്രാ സ്ട്രെസ് കൂടെ കൊടുത്തു വിടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ചില ആളുകളുണ്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്തു, ഗുരുവായൂർ പോയിട്ട് ഇത് ചെയ്തിട്ട് വരും. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ ജ്യോത്സ്യന് കൊടുക്കാനുള്ള ദക്ഷിണ പോലും കടം വാങ്ങിക്കൊണ്ട് ആയിരിക്കും അടുത്തേക്ക് ചെല്ലുക. വീണ്ടും ഇയാൾക്ക് സ്ട്രെസ്സാണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരാൾ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, തൃശ്ശൂരുള്ള ആളാണ്, രോഹിത് എവിടെയുള്ള? ഞാൻ പറഞ്ഞ തിരുവനന്തപുരമാണ്. അയ്യോ പോകുന്നെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ എന്താ പത്മനാഭസ്വാമിയുടെ അവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു, ഒരു ജ്യോത്സ്യൻ പറഞ്ഞതാണ്, കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് പോകാതിരിക്കുകയാണ്. ചെറിയ വഴിപാടാണ്, പക്ഷേ ഈ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഇവിടെ എത്തി ഇത് ചെയ്തിട്ട് പോകാനുള്ളൊരു സാമ്പത്തിക ശേഷിയോ ഒരു ആരോഗ്യസ്ഥിതിയോ ഉള്ള ഒരാളല്ല. അയാൾക്കാണ് ഈ വഴിപാട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഭഗവാന്മാരെല്ലാം അനന്തപത്മനാഭനായാലും ഗുരുവായൂരിരിക്കുന്ന ഗുരുവായൂരപ്പനായാലും ഇതെല്ലാം ഒരു ദേവാംശങ്ങളല്ലേ. അപ്പോൾ ഈ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ സമീപത്തുള്ള അങ്ങനെയാണോ ചെയ്യാറ്? അതായത് ഓരോരുത്തർക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് വേഗം അത് ഡിപ്പെൻസ് ആണ്. ഇത് ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോയി ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ പറയും. പിന്നെ അത് പറയുന്നതിലും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നതാണ് ഒരിക്കൽ. അത് എൻ്റെ ഫേസ് ഇങ്ങനേ ആയിരുന്നില്ല. കുവൈറ്റിൽ നിന്ന സമയത്ത് മുഖം കംപ്ലീറ്റ് വികൃതമായിപ്പോയി. അപ്പോൾ അത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ക്ലോസ് ആയി. ഞാൻ ആദ്യം അവിടെ നിന്ന സമയത്തിന് അവിടെ കുവൈറ്റിലൊന്നും അധികം സ്റ്റിറോയിഡ് എടുക്കാൻ നമുക്ക് പറ്റില്ല. സ്റ്റിറോയിഡ്സ് അവിടെ അലൗഡ് അല്ല. അവിടെ ഉള്ള ചെറിയ ചെറിയ സ്റ്റിറോയിഡ്സൊക്കെ കഴിച്ച് നോക്കി, എന്നിട്ട് ഒരു ശമനവും ഇല്ല. അതിനുശേഷം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ആൾമോസ്റ്റ് എനിക്ക് അവിടുത്തെ എന്തോ അലർജി ആയിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത്. ഇവിടെ ട്രിവാൻഡ്രത്ത് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കുവൈറ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നേരത്തെ എന്തായിരുന്നു അതിൻ്റെ ഒരു 100 ഇരട്ടി ശക്തിയിൽ ഈ ഫേസിൽ ഇങ്ങനെ വന്നു. അപ്പോൾ അതെൻ്റെ ജോലിയെ ബാധിക്കും, ഒക്കെ പ്രശ്നമാണ്. എനിക്ക് എന്ത് ചെയ്യട്ടെന്ന് അറിയാൻ പാടില്ലാതെ ഞാൻ അവിടെ ക്ലിനിക്കിൽ പോയി. ഫസ്റ്റ് നമുക്ക് ക്ലിനിക്കിലേ പോകാൻ പറ്റുള്ളൂ. ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞ് അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല. അതിന് എന്നെ റെഫർ ചെയ്തു, ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അവിടെ നിന്നും കൈയൊഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ കഴിച്ച മെഡിസിൻസേ ഉള്ളൂ അവർക്ക് തരാനായിട്ട്. ഞാൻ ഗുരുവായൂരമ്പലത്തിൽ ചേന കൊണ്ട് തുലാഭാരം നേർന്നു. ഞാൻ നിൽക്കുന്ന എവിടെയാണ്? കുവൈറ്റിൽ. ഞാൻ നേർന്നത് എവിടെയാണ്? ഗുരുവായൂർ. അപ്പോൾ ഗുരുവായൂർ ചേന കൊണ്ട് തുലാഭാരം നേർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിറ്റേന്നാൾ മുതൽ എൻ്റെ ഫേസിൽ നിന്ന് ഈ ചേനയുടെ പുറത്തുനിന്ന് സ്കിൻ ഇളക്കി എങ്ങനെ ഇരിക്കും അതുപോലെ എൻ്റെ ഫേസിൽ നിന്ന് സ്കിൻ ഇളകി വരികയാണ്. അങ്ങനെയാണ് ഫേസ് ക്ലിയർ ആയത്. അത് ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരും. അത്രയും വികൃതമായിട്ടാണ് എൻ്റെ ഫേസ് ഇരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് അത്
മാറിക്കിട്ടിയത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വഴിപാടുകൾ, ഇപ്പോൾ ചേന കൊണ്ട് തുലാഭാരം, ഞാനിപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഞാൻ തീർച്ചയായിട്ടും പറയും ചേന കൊണ്ട് തുലാഭാരം ഗുരുവായൂരമ്പലത്തിൽ ചെയ്യാൻ പറയും. അത് ഇനി എത്ര ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതേ പരിഹാരമേ പറയുള്ളൂ. ഇത് നേർന്നപ്പോൾ തന്നെ മാറ്റം ഉണ്ടായി? ആ നേർന്ന് പിറ്റേ ദിവസം മുതൽ മാറ്റം ഉണ്ടായി. അപ്പോൾ ഈ ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് ചേന കൊണ്ടുള്ള തുലാഭാരം നല്ലതാണ്. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കാണ്, ത്വക്ക് രോഗങ്ങളുള്ളവർക്ക് ഗുരുവായൂരപ്പനെ അറിയാമായിരിക്കാം. എനിക്കത് പുതിയ അറിവാണ്. ഇനി വ്യാസനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, വ്യാസ ഇങ്ങനെ ഒരു സംഭവം ഒരാൾ പറഞ്ഞു എന്ന് പറയാം. ചേന കൊണ്ട് തുലാഭാരം വളരെ ഉത്തമമാണ്. ഓക്കെ. ഈ ഇത്തരത്തിൽ ഈ ദോഷങ്ങൾ മാറാൻ ഇപ്പോൾ ശനിദോഷം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒന്നാണ് ശനിദോഷം. പക്ഷേ ശനിദോഷം വലിയ സംഭവമൊന്നുമല്ല. ശനിദോഷത്തെ സിമ്പിളായി ഓവർകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ദൈവജ്ഞന്മാരുമുണ്ട്. അപ്പോൾ ശനിദോഷത്തെക്കുറിച്ചൊരു എപ്പിസോഡ് താങ്കളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ശനിദേവനോട് ഒരുപാട് ആരാധനകൾ ഒരുപാട് പ്രേക്ഷകർ ബാക്ക് മീഡിയയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത എപ്പിസോഡുകളൊക്കെ വലിയ രീതിയിൽ ഓടിയുണ്ട്. സത്യത്തിൽ എന്താണ് ഈ ശനിദോഷം?